Dear children, Chapter 10-ന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷന്റെ തേർഡ് പാർട്ടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2017 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. From the following trial balance and additional information given in respect of Travancore traders, prepare trading and profit and loss account for the year ended 31st March 2016 and a balance sheet as on that day. താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ട്രാവൻകൂർ ട്രേഡേഴ്സിന്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2016 മാർച്ച് 31 ട്രയൽ ബാലൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ട്രയൽ ബാലൻസിലെ ഐറ്റംസ് എല്ലാം വായിച്ച് എങ്ങോട്ടേക്കാണ് എഴുതേണ്ടതെന്നൊന്ന് നോട്ട് ചെയ്യാം. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഓൺ 1st April 2015. ഇതെന്ന് പറയുന്നത് എന്ത് സ്റ്റോക്കാണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ് അല്ലേ? ക്ലോസിംഗ് ഡേറ്റ് 31st March 2016 ആണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. പർച്ചേസസ് ആൻഡ് സെയിൽസ്. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെബിറ്റിൽ തന്നിരിക്കുന്ന 40,000 ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് എമൗണ്ട് കൊടുത്ത് തന്നിരിക്കുന്ന 82,000 ആണ്. നമുക്കറിയാം പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതേണ്ട ഐറ്റമാണ്. പർച്ചേസ് റിട്ടേൺസ് എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് എഴുതേണ്ട ഐറ്റമാണ്. നെറ്റ് പർച്ചേസ് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. സൺഡ്രി ഡെറ്റേഴ്സ് അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. ഇൻഷുറൻസ് പ്രീമിയം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം എഴുതാൻ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമുക്കറിയാം ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത് പോലെയാണ് അല്ലെ? അക്കൗണ്ടിലുള്ളതിൽ കൂടുതൽ പണം വിഡ്രോ ചെയ്തിരിക്കുന്നതാണ്. അതെന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് ലയബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് എഴുതേണ്ടത്. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ. ഡ്രോയിങ്സ് അതും ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് വേണം എഴുതാനായിട്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ് ആണ്. ഫർണിച്ചർ അസറ്റ് ആണ്. നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ് ആണോ പെയ്ഡ് ആണോ എന്ന് അറിയണം. എന്ത് ചെയ്യണം? എമൗണ്ട് കോളം നോക്കുക. ഇവിടെ ക്രെഡിറ്റിലാണ് എമൗണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്? ഇൻകം ആണ്. അതായത് കമ്മീഷൻ റിസീവ്ഡ് ആണ്. അതുകൊണ്ട് ഇത് എവിടെ എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാനായിട്ട്. നെക്സ്റ്റ് ബാഡ് ഡെറ്റ് നമുക്കറിയാം ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്. ഇനി അഡീഷണൽ ഇൻഫോർമേഷൻസ് നോക്കാം. എ സ്റ്റോക്ക് ഓൺ 31st March 2016 ഈസ് വാല്യൂഡ് അറ്റ് ₹10,400. 2016 മാർച്ച് 31 സ്റ്റോക്ക്. അതെന്ന് പറഞ്ഞാൽ എന്ത് സ്റ്റോക്കാണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ് അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയൊക്കെ എഴുതണം? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും അല്ലേ? ബി വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട്സ് ടു ₹1,200. ഇനിയും ഒരു 1,200 രൂപ വേജസ് കൊടുക്കാനുണ്ട് അല്ലേ? വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എന്ന് വെച്ചാൽ ഇനിയും വേജ് 1,200 രൂപ കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ വേജ് അതിൻ്റെ സൈഡിൽ ബി എന്ന് അഡീഷണൽ ഇൻഫോർമേഷൻ്റെ നമ്പർ ബി ആണ്. ബി എന്നൊന്ന് നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ കൂൾ ഓഫ് ടൈമിൽ വായിക്കുമ്പോൾ തന്നെ അതൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ തെറ്റും. ഇപ്പോൾ വേജസ് ഓൾറെഡി കൊടുത്ത എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 8,000. അതിൻ്റെ കൂടെ ഇനി കൊടുക്കാനുള്ള 1,200 കൂടി ട്രേഡിംഗ് അക്കൗണ്ടിൽ ആഡ് ചെയ്യണം. പിന്നെ ഈ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് വേജ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതണം. സി ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഇൻ അഡ്വാൻസ് ₹300. ഇവിടെ 300 എന്ന് ആക്കിക്കോട്ടോ. 800 അല്ല 300 ആക്കുക. അതായത് ഇൻഷുറൻസ് പ്രീമിയം 300 രൂപ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നതാണ്. പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അതായത് പ്രീപെയ്ഡ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുള്ള എമൗണ്ട് തന്നിട്ടുണ്ട്. ഇൻഷുറൻസ് പ്രീമിയം 3,000. അപ്പം അതിൽ 300 എന്ന് പറയുന്നത് ഈ വർഷത്തെ അല്ല, അതായത് വരുന്ന വർഷത്തെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പേ ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമ്മളത് എന്ത് ചെയ്യണം? ആ പ്രീപേ ചെയ്തിരിക്കുന്ന എമൗണ്ട് ലെസ് ചെയ്യണം അല്ലേ? ഇപ്പം ഇവിടെ പ്രീമിയം 3,000 ആണ്. അതിൽ നിന്ന് ഈ 300 എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഷുറൻസ് പ്രീമിയം 3,000 നിന്നും ഈ 300 ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. പിന്നെ ഈ പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് അത് എവിടെ എഴുതണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും എഴുതേണ്ടതാണ്.
നെക്സ്റ്റ് ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ ബൈ 10%. ഫർണിച്ചറിൻ്റെ 10% ഡിപ്രീസിയേഷൻ. ഫർണിച്ചറിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 12,000. അതിൻ്റെ 10% ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പിന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഫർണിച്ചറിൻ്റെ വാല്യൂ എഴുതുമ്പോൾ ആ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ സൈഡിൽ ഡി എന്നൊന്ന് നമ്പർ ഇട്ട് കൊടുക്കുക. ഈ അഡീഷണൽ ഇൻഫർമേഷൻ നമ്പർ ഡി ആണല്ലോ. ഈ ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അറ്റ് 5% ഓൺ സൺഡേ ഡെറ്റേഴ്സ്. സൺഡേ ഡെറ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സൺഡേ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. സൺഡേ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 10,000 ആണ്. അപ്പോൾ അതിൻ്റെ 5% 10,000 ഇൻറ്റു 5/100. അപ്പോൾ എത്രയാണ് പ്രൊവിഷൻ? 500. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് ന്യൂ പ്രൊവിഷൻ ആയിരിക്കും അല്ലേ? ഇപ്പോൾ ന്യൂ പ്രൊവിഷനാണ്. ഇതെന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇപ്പോൾ ഇവിടെ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്തങ്ങ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. പിന്നെ ബാലൻസ് ഷീറ്റിൽ സൺഡേ ഡെറ്ററിൽ നിന്ന് ഈ ന്യൂ പ്രൊവിഷൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. ഇപ്പോൾ ഇവിടെ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സൺഡേ ഡെറ്ററിൻ്റെ 5% നേരെ എടുത്താൽ മതി. നേരെ മറിച്ച് ഇതിനകത്ത് ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് കുറച്ചിട്ടായിരുന്നു നമ്മൾ എന്ത് കാണേണ്ടത്? ഈ പ്രൊവിഷൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫർദർ ബാഡ് ഡെറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം നേരെ സൺഡേ ഡെറ്ററിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ക്ലിയർ? ഇനി ഇതുപോലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. ഓരോ ഐറ്റംസ് അതിലേക്ക് പോസ്റ്റ് ചെയ്യുക. നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് 9,200. പർച്ചേസസിൽ നിന്ന് റിട്ടേൺസ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. അതുപോലെ വേജസിൽ ഇനിയും ഒരു ഔട്ട്സ്റ്റാൻഡിങ് കിടപ്പുണ്ട് 1,200. അത് ആഡ് ചെയ്തുള്ള എമൗണ്ട് വേണം എഴുതാനായിട്ട്. ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ സെയിൽസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. നെക്സ്റ്റ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് അല്ലേ? ക്രെഡിറ്റ് സൈഡ് ആണല്ലോ കൂടുതൽ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ദെൻ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ലോസസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും റവന്യൂസും ഗെയിൻസും ക്രെഡിറ്റ് സൈഡിലും എഴുതുന്നു. അപ്പോൾ ഇവിടെ ഇൻകം എന്ന് പറയാനായിട്ട് കമ്മീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഓർ ലോസസ് എന്നുള്ള ഹെഡിൽ സാലറി ഉണ്ട്. ഇൻഷുറൻസ് എഴുതുമ്പോൾ കണ്ടോ പ്രീപേ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. കാരണം അത് ഈ വർഷത്തല്ല, വരുന്ന വർഷത്തെ അഡ്വാൻസ് പേ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. പിന്നെ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിൽ ഒരു 800 ഉണ്ട് ബാഡ് ഡെറ്റ്. പിന്നെ ന്യൂ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂ പ്രൊവിഷനും കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയിരിക്കുന്നു. പിന്നെ ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്ത് അതും എഴുതിയിരിക്കുന്നു. ദെൻ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെയും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അത് തന്നെ ഇങ്ങോട്ടേക്കും എഴുതുന്നു. ബാലൻസ് വരുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. അതിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ബാലൻസ് ഷീറ്റ് ഡ്രോ ചെയ്യുക. അസറ്റ്സും ലയബിലിറ്റീസും ലിസ്റ്റ് ചെയ്യുക. അസറ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ് അല്ലേ? നമ്മൾ മുൻകൂർ അടച്ചിട്ടിരിക്കുന്ന ആ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ അസറ്റാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റാണ്. പിന്നെ സൺഡേ ഡെറ്റർ 10,000 ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളവിടെ ന്യൂ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊവിഷൻ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ ന്യൂ പ്രൊവിഷൻ 500 ഉണ്ട്. അത് ഡിഡക്റ്റ് ചെയ്ത ശേഷമുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിങ് 47,000 ഉണ്ട്. ഫർണിച്ചർ 12,000 ഉണ്ട്. പക്ഷേ അതിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. ഇനി ലയബിലിറ്റി സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. നമുക്കറിയാം ലയബിലിറ്റിയാണ്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഇനിയും കൊടുക്കാനുള്ള വേജസ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്. പിന്നെ ക്യാപിറ്റലിൻ്റെ കൂടെ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നു. പിന്നെ ഡ്രോയിങ്സ് ഉണ്ട്. ഇതിൽ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓണർ വിഡ്രോ ചെയ്ത എമൗണ്ട് അത് ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. ദെൻ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക, ടാലി ആകും. ഓക്കെ. നെക്സ്റ്റ് 2017 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. The following is the trial balance of Kiran Traders as on 31st March 2016. ട്രയൽ ബാലൻസ് ആസ് ഓൺ 31st March 2016. കിരൺ ട്രേഡേഴ്സിൻ്റെ 2016 മാർച്ച് 31 ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് ട്രയൽ ബാലൻസ് ഒന്ന് വായിച്ച് ഓരോന്ന് എങ്ങോട്ടേക്കാണ് എഴുതേണ്ടതെന്നൊന്ന് നോട്ട് ചെയ്യാം.
ക്യാപിറ്റൽ അറിയാം, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ദെൻ ക്യാരിയേജ്, ഇപ്പോൾ വെറുതെ ക്യാരിയേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം എഴുതാൻ. കമ്മീഷന് ഉള്ള റിസീവ്ഡ് ആണോ പെയ്ഡ് ആണോ എന്ന് അറിയണം. എന്ത് നോക്കണം, എമൗണ്ട് എവിടെയാണ് കിടക്കുന്നത് നോക്കുക. അത് അവിടെ ക്രെഡിറ്റിലാണ്. അതുകൊണ്ട് ഇത് എന്താണ്, കമ്മീഷൻ റിസീവ്ഡ് ആണ്, ഇൻകം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. നെക്സ്റ്റ് പർച്ചേസസ് എവിടെ എഴുതേണ്ടത്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. ബാഡ് ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. റിട്ടേൺ ഔട്ട്വേർഡ്സ്, റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്ത് റിട്ടേൺ ആണത്, പർച്ചേസസ് റിട്ടേൺ ആണ് അല്ലേ. പർച്ചേസസ് റിട്ടേൺ എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം അല്ലേ. നെക്സ്റ്റ് സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. സൺട്രി ഡെറ്റേഴ്സ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടതാണ്. ജനറൽ എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. ജനറൽ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്, അതെന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിലാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. മെഷീനറി അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ. ഇനി അഡീഷണൽ ഇൻഫോർമേഷൻസ് നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് ₹10,000. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയൊക്കെ എഴുതണം, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും എഴുതണം. ക്യാരിയേജ് ഔട്ട്സ്റ്റാൻഡിങ് ₹500. അപ്പം ക്യാരിയേജ് ഇനിയും ഒരു ₹500 കൂടി കൊടുക്കാനുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അതിനകത്ത് എന്താ, ഇനിയും ഒരു ₹500 കൂടി ക്യാരിയേജ് ഇനത്തിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ക്യാരേജിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്, 2500 ആണ് ക്യാരേജിൻ്റെ എമൗണ്ട് ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടി ഇനി കൊടുക്കാനുള്ള 500 കൂടി എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ ആഡ് ചെയ്യണം. പിന്നെ ഇനി കൊടുക്കാനുള്ള ഈ 500 എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് 2 ആണ്, ക്യാരേജിൻ്റെ അവിടെ 2 എന്നൊന്ന് നമ്പർ ഇട്ട് കൊടുക്കുക. 3 കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 700. ₹700 കമ്മീഷൻ അഡ്വാൻസ് കിട്ടിയിരിക്കുന്നതാണ്. അതായത് ഈ വർഷത്തെ അല്ല, വരുന്ന വർഷത്തെയാണ്. അത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ കണക്കിൽ നിന്ന് അത് കുറയ്ക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ കമ്മീഷൻ ഇവിടെ 3 എന്ന നമ്പർ കൊടുക്കുക. ഈ 4000 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് ഈ 700 കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുവാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് എവിടെയും കാണിക്കണം, അഡ്വാൻസ് ആയിട്ട് കമ്മീഷൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അത് ബിസിനസ്സിനെ സംബന്ധിച്ചൊരു ലയബിലിറ്റി ആണ് അല്ലേ, ഒരു ഇൻകം അഡ്വാൻസ് വാങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. നെക്സ്റ്റ് പ്രൊവൈഡ് 5% ഓഫ് ഡെറ്റേഴ്സ് ഫോർ ബാഡ് ഡെറ്റ്. സൺഡേ ഡെറ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ പ്രൊവിഷനാണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. സൺഡ്രി ഡെറ്റർ 24,000 ആണ്. അപ്പോൾ 24,000ൻ്റെ 5%, 24,000 × 5/100 1200 ആണ് ന്യൂ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ എഴുതേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇവിടെ ബാഡ് ഡെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ബാഡ് ഡെറ്റിൻ്റെ കൂടെ ഈ ന്യൂ പ്രൊവിഷനും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയാൽ മതി. അതുപോലെ ഈ ന്യൂ പ്രൊവിഷൻ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്ന് ന്യൂ പ്രൊവിഷൻ ഡിഡക്റ്റ് ചെയ്യുകയും വേണം. അങ്ങനെ ഇത്രയും ഇൻഫോർമേഷൻസ് ഉണ്ട്. നമ്മളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോന്ന് എവിടെ എഴുതേണ്ടത് നമുക്ക് മനസ്സിലായി. ഇനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആദ്യം വരയ്ക്കുക. കണ്ടില്ലേ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസിൽ നിന്ന് റിട്ടേൺസ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട്, ക്യാരിയേജ് ഇൻവേർഡ്, അപ്പോൾ അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ്ങിന് കൊടുക്കാനുള്ള എമൗണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എഴുതിയിരിക്കുന്നു. സെയിൽസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ദെൻ ടോട്ടൽ ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. പിന്നെ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ലോസസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും റവന്യൂസും ഗെയിൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കും എഴുതുന്നു. അപ്പോൾ ഇവിടെ കമ്മീഷൻ റിസീവ്ഡ് ആണ് ഇൻകം ആയിട്ട് വരുന്നത്. അതിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കിടപ്പുണ്ട് 700. അപ്പോൾ ആ ഈ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. പിന്നെ എക്സ്പെൻസസിൻ്റെ അല്ലെങ്കിൽ ലോസസിൻ്റെ സൈഡിൽ സാലറി ഉണ്ട്, ജനറൽ എക്സ്പെൻസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, ബാഡ് ഡെറ്റും പിന്നെ ഇവിടെ ന്യൂ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ 1200, അതോടെ ചേർത്ത എമൗണ്ടിൽ കോളത്തിലേക്ക് എഴുതിയിരിക്കുന്നു.
ഇത്രയുമാണുള്ളത്. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെയും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ബാലൻസ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ബാലൻസ് ഷീറ്റ് ഡ്രോ ചെയ്യുക. അസറ്റ്സ് ലയബിലിറ്റീസ് ലിസ്റ്റ് ചെയ്യുക. അസറ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് എഴുതുമ്പോൾ അതിൽ നിന്ന് ന്യൂ പ്രൊവിഷൻ ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. കാരണം ഇനി അത്രയും സൺഡ്രി ഡെറ്റേഴ്സ് ഇല്ല. മെഷീനറി 52,000 അതുമുണ്ട്. പിന്നെ ലയബിലിറ്റി സൈഡിൽ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. ഒരു ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും അതൊരു ലയബിലിറ്റിയാണ്. ക്യാരിയേജ് ഔട്ട്സ്റ്റാൻഡിങ്, ഇനിയും ക്യാരിയേജിൻ്റെ എമൗണ്ട് കൊടുക്കാനുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? ബാധ്യതയാണ്. പിന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. അത് നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയിരിക്കുന്നു. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.